പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതയുടെ സമയങ്ങൾ കടന്നു വരും. നമ്മൾ ഏറ്റവും താണുപോയല്ലോ, ഇനിയും എനിക്ക് അല്പം പോലും വേദന സഹിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന സമയവും ദൈവത്തിലെ ഹൃദയത്തിലൊന്നോർത്ത് നോക്കണം. നീ തന്നെ ഒന്ന് ഉറപ്പ് പ്രാപിക്കണം. ദൈവം നമ്മെ മോൾഡ് ചെയ്യുക, നമ്മളെ ഒരു അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മെ പ്രിപ്പയർ ചെയ്ത് നടത്തുവാണ് എന്നോർക്കാൻ ഒന്ന് പറ്റുമോ? നമ്മുടെ ക്രൂശെടുത്ത് നാം അവനെ അനുഗമിക്കണം. അത് അത്ര ഈസിയാണെന്ന് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളണേ, അവൻ നമ്മെ വിട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മെ ചിലതെല്ലാം പഠിപ്പിച്ചെടുക്കും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം എല്ലാ പ്രതികൂല ഘട്ടങ്ങളിലും നമ്മെ ഗൈഡ് ചെയ്യും. നമ്മൾ കുറച്ച് വർഷം മുമ്പെല്ലാം നമ്മൾ കോവിഡിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ അതിന് ശേഷവും പലവിധമായിട്ടുള്ള കാര്യങ്ങളിൽ നാം പരിശോധിക്കപ്പെടുക. ആ പരിശോധന എന്തിനാണെന്നറിയാമോ? നമ്മൾ ദൈവവചനത്തിൽ വേരൂന്നിയിട്ടുണ്ടോ എന്നറിയാനായിട്ട്. ദൈവത്തിൻ്റെ വചനം മാത്രമേ നമ്മുടെ കഷ്ടതയുടെയും നമ്മുടെ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും സമയത്തിൽ നമ്മെ നിലനിർത്തത്തുള്ളൂ. ലോകം മുഴുവനുമുള്ള ദൈവമക്കളെ നോക്കുകയാണെങ്കിൽ, ദൈവമക്കളെ ഞാൻ പറയട്ടെ, പല വിധത്തിലായിട്ടുള്ള സഫറിങ്ങിൽ കൂടി എല്ലാവരും കടന്നു പോകുന്നുണ്ട്. ചിലരൊക്കെ വെൻറ്റിലേറ്റേഴ്സിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ചിലർ ഫിസിഷ്യൻ്റെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലർ വലിയ ഓപ്പറേഷന് വേണ്ടി വിധേയരാകുവാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, ഇതെല്ലാം ജീവിതത്തിലുണ്ടാക്കുന്നത് ഒരു ആങ്സൈറ്റിയാണ്. ലോകത്തിൽ ഉള്ള അനേകരും നമ്മളവരോട് അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അവർ ചില കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട് എന്ന്. ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും. അതെപ്പോഴാണെന്ന് വെച്ചാൽ, ആ കഷ്ടത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ കൺട്രോളിന് അപ്പുറമാകുമ്പോൾ. നാം നമ്മുടെ സഫറിങ്സ് ഒന്ന് അളന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും മറ്റുള്ളവരുടേതൊക്കെ എത്ര ഘനമേറിയതാണ്, നമുക്കൊന്നും തന്നെ ഇല്ല എന്ന്. ഇത് വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നവർക്കുമുണ്ട്, വെറുതെ ലോ ഇൻകം ഹൗസിംഗ് കണ്ടീഷനിൽ താമസിക്കുന്നവർക്കും ഡെയിലി ബേസിസിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ദൈവമക്കളെ, നമുക്ക് ദൈവമുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടതാണ്. നമുക്കറിയാം, അപ്പോസ്തലന്മാർ അടി കൊണ്ടു, അല്ലേ, തല കീഴായിട്ട് അവരെ തൂക്കി അവരുടെ തല വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളിൽ കൂടി അവർ കടന്നു പോയിട്ടുണ്ട്. ഇത്ര നല്ല ദൈവമാണെങ്കിൽ എന്തിനാണ് ഇതൊക്കെ ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചു പോയിട്ടുള്ള സമയങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊന്നും ആർക്കും ഒഴിവുള്ള കാര്യമല്ല. നമുക്കറിയാമല്ലോ, യേശു കർത്താവിനും ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യേശു സന്തോഷത്തോടെ ശുശ്രൂഷിച്ച് നടന്ന കാലത്ത് അവനെ അനുഗമിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ കഷ്ടതയുടെ സമയത്ത് ആരുണ്ടായിരുന്നു? കുറേനക്കാരനായ ശീമോൻ വന്ന് ക്രൂശ് ചുമന്നു കൊടുത്തു, അല്ലേ? അത് നല്ല കാര്യം. തൻ്റെ മക്കളെ ദൈവം മാനിച്ചു. റൂഫോസ്
കർത്താവിൽ പ്രസിദ്ധനായി. അടുത്തയാൾ എത്ര ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. യേശു ഒറ്റയ്ക്കായപ്പോൾ ആരുമില്ലായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ സഫർ ചെയ്യുന്ന സമയത്ത് ആരും കാണത്തില്ല. എന്നാൽ നാം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, സന്തോഷത്തോടെ കഴിയുന്ന സമയത്ത് ഒത്തിരി പേര് ചുറ്റും കാണും. എന്നാൽ ഓർത്തോണേ, ആൻ അനോയിൻറ്റിങ് കംസ് ഔട്ട് വെൻ പ്രഷർ ഈസ് അപ്ലൈഡ്. നാം സത്യസന്ധതയോടെ തന്നെ ചോദിച്ചാൽ പറയും, എനിക്ക് സഫറിങ് ഇഷ്ടമല്ല, ഐ പ്രിഫർ നോട്ട് ടു സഫർ. എന്നാൽ ഓരോ ദിവസവും സഫറിങ്സ് നമ്മെ കാത്തിരിപ്പുണ്ട്. പുതുവർഷം വരുമ്പോഴും പറയാൻ പറ്റുമോ, ഈ വർഷം എനിക്ക് ഒരു സഫറിങ്സും വരത്തില്ല, ദിസ് ഈസ് മൈ ഇയർ ടു സഫർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അടുത്തത് പറഞ്ഞോണം, ഹല്ലേലൂയ. ഇതൊന്നും നാം ചോദിച്ചു മേടിക്കുന്നതല്ല. പക്ഷേ ചില പീരിയഡ്സ് ഓഫ് സഫറിങ്ങിൽ കൂടെ നാം കടന്നു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ്. എന്നും ലക്ഷറിയിൽ ജീവിക്കുന്നതാണോ നല്ലത്? ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ദൈവത്തിലെ ഒരു കൊച്ചു വൈറസ് മതി എത്ര ദൂരത്തു നിന്നാണേലും കടന്നു വന്ന് നിൻ്റെ അടുത്ത് വന്ന് നിന്നെ രോഗിയാക്കാൻ. അതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരോട് നാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. അവരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന വിധത്തിൽ അവരോട് ഇടപെടരുത്. വാട്ട് ദേ ആർ സഫറിങ് ടുഡേ വി മേ ബി സഫറിങ് ടുമോറോ. അത് മറന്നു പോകരുത്. റിയൽ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നാം സഫർ ചെയ്യുമ്പോഴാണ്. ആ സമയത്ത് നമ്മൾ എത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കും, എത്രമാത്രം വിശ്വസ്തരായിരിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അപ്പം കഴിയുമോ, ആ സഫറിങ്ങിൻ്റെ സമയത്ത് നിവരെ നിൽക്കുവാൻ കഴിയുമോ? ഞാൻ പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുവാണെങ്കിൽ ഐസൊലേഷനിൽ, സൈലൻസിൽ സഫറിങ്ങിൽ കൂടെ കടന്നുപോയ സമയങ്ങളുണ്ട്. എവരി വൺ ഹാസ് എക്സ്പീരിയൻസ്ഡ് പേഴ്സണൽ മൊമെൻറ്റ്സ് ഓഫ് ഗ്രേറ്റ് ട്രാജഡി. പ്രൈസ് ഗോഡ്. എന്നാൽ അന്ന് കർത്താവ് താങ്ങി. ഹി വിൽ മീറ്റ് us ഇൻ ദ സഫറിങ്. അന്ന് താങ്ങിയതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നു. ചില വചനഭാഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 2 Corinthians chapter 1 verse 3. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പറയാൻ പറ്റുമോ? അവനറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒന്നും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഈ ദൈവം ഇട്ടിട്ട് പോകത്തില്ല കേട്ടോ. ഈ ദൈവം നമ്മോടുകൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ വലിയ കരുതൽ അനുഭവിപ്പാൻ അവൻ നമ്മെ ഇടയാക്കും. പുതിയ അർത്ഥങ്ങൾ നാം വായിക്കുന്ന വചനത്തിൽ നിന്ന് അവൻ നമ്മെ പഠിപ്പിക്കും. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. അവൻ ഓടിപ്പോകത്തില്ല. നമ്മുടെ വേദന നീ തന്നെ സഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ടിട്ട് അവൻ പോകത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവം എഴുന്നേറ്റ് നിൽക്കും. അപ്പോസ്തലനായ പൗലോസ് ചില കാലഘട്ടത്തിൽ തൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ തിമോത്തിയോസിനെ പോലും കാണാതെ ഇരുന്ന് വിഷമിച്ചിട്ടുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ആരും എനിക്ക് തുണ തന്നില്ല, പക്ഷേ കർത്താവോ എനിക്ക് തുണ നിന്നു. ദൈവമക്കളെ, നമുക്കും
അതിന് കഴിയണം. തീർച്ചയായിട്ടും God will bring you out. God will walk through it with you. Quite frankly, we should not be shocked by suffering. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മളെക്കുറിച്ച് കൺസേണുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ജയത്തോടെ വഴി നടത്തട്ടെ. കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കഷ്ടതയിലും ഞങ്ങളെ പലതും പഠിപ്പിച്ചെടുത്ത് ക്രിസ്ത്യ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കോണം സാന്നിധ്യം തന്ന് സഹായിക്കുന്ന ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും കരയറ്റുന്നു. അന്ത്യം വരെയും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.